എൽ.ഡി.എഫ് പാർലമെന്ററി പാർട്ടി യോഗം അവസാനിച്ചു. ഗവർണർ പ്രസംഗം മുഴുവൻ വായിക്കേണ്ടതായിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് ഗവർണർ തന്നെ പറയട്ടെ എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അസാധാരണ സാഹചര്യത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉള്ളവരാണ് സാധാരണഗതിയിൽ ഇങ്ങനെ രണ്ടു വരി വായിച്ച് അവസാനിപ്പിക്കുന്നത്. ചിലപ്പോൾ ഗവർണർക്ക് അങ്ങനെ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ആരോഗ്യ പ്രശ്നമുള്ളവരാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യാറുള്ള ഗുരുതരമായി. ഗവർണർക്ക് അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടോ ഇല്ലോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും അങ്ങനെ ഒരു അവകാശം ഉണ്ടെങ്കിലും ഇത്രയും ശാന്തമായിട്ടുള്ള സഭയിൽ മറ്റൊരു പ്രശ്നങ്ങളില്ലായിരുന്ന അവസരത്തിൽ ആ പ്രസംഗം മുഴുവൻ വായിക്കേണ്ടതായിരുന്നു. MG പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്തൊക്കെയാണ് LDF പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ തീരുമാനമായി അറിയാൻ കഴിയുന്നത്? ഈ ഗവർണറുടെ നടപടിയിൽ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ ഏത് വിധത്തിലായിരുന്നു? വേണു, നിയമസഭയിൽ ഗവർണറുടെ അസാധാരണമായ നടപടിക്ക് പിന്നാലെയായിരുന്നു AKG സെന്ററിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. ആദ്യഘട്ടത്തിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം AKG സെന്ററിൽ എത്തുകയും ഈ തുടർ നടപടികളടക്കം ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനുശേഷം LDF യോഗവും AKG സെന്ററിൽ നടന്നു. വിവിധ LDF ഘടകകക്ഷികളടക്കം AKG സെന്ററിൽ എത്തിയാണ് യോഗത്തിൽ പങ്കെടുത്തത്. ആദ്യഘട്ടത്തിൽ മന്ത്രിമാരടക്കം പറഞ്ഞ ഒരു പ്രതികരണം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഗവർണർ പ്രസംഗം ചുരുക്കിയതെന്നുള്ള മറുപടി സജി ചെറിയാനാണ് ഈ പ്രതികരണം ആദ്യഘട്ടത്തിൽ നടത്തിയത്. പിന്നീട് വന്ന കെ രാജനും ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അടക്കം സമാനമായ പ്രതികരണങ്ങളാണ് നടത്തിയത്. അതേസമയം ഈ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ മുഴുവനും വായിക്കേണ്ടതായിരുന്നു എന്നുള്ള നിലപാടാണ് കെ രാജൻ സ്വീകരിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയും ഇക്കാര്യം ആവർത്തിക്കുന്നുണ്ടായിരുന്നു. കാരണം വലിയ തരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ വെട്ടിച്ചുരുക്കുന്നത്. പക്ഷേ നിയമസഭയോട് കാണിച്ച ഒരു അവഗണനയാണ് ഇത് എന്ന് കെ രാജൻ അടക്കം പറയുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെയും മന്ത്രിമാരുടെയും ഭാഗത്ത് നിന്ന് ഗവർണറുടെ നടപടിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. വലിയ തരത്തിലൊരു കടന്നാക്രമണത്തിലേക്ക് മന്ത്രിമാരടക്കം പോകുന്നില്ലെങ്കിൽ കൂടിയും സർക്കാരിനെയും ഒപ്പം മുന്നണിയെയും അടക്കം ഞെട്ടിച്ചിരിക്കുന്ന ഒരു നിലപാടായിരുന്നു ഗവർണർ സ്വീകരിച്ചത്. കാരണം ഈ കരട് നയപ്രഖ്യാപന പ്രസംഗം രാജ്ഭവന് കൈമാറുമ്പോൾ ഇതിൽ തിരുത്തലുകളൊന്നും തന്നെ ഗവർണർ ആദ്യഘട്ടത്തിൽ വരുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമെന്ന ഒരു വിശ്വാസം തന്നെയായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷയൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ടാണ് 1.5 മിനിറ്റിൽ പ്രസംഗം ചുരുക്കി ഗവർണർ ഈ നിയമസഭയിൽ നിന്ന് മടങ്ങിപ്പോയത്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന തരത്തിൽ ഗവർണറുമായുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരും മന്ത്രിമാരും പരിശോധിച്ച് വരികയായിരുന്നു. നാളെ ഗവർണറുടെ ഈ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് അറ്റ്ഹോം പരിപാടി രാജ്ഭവനിൽ നടക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പറഞ്ഞു തീർക്കാനും ഈ ഒരു ഏറ്റുമുട്ടൽ മഞ്ഞുരുകളിലേക്ക് പോകാനും മുഖ്യമന്ത്രിയും കുടുംബവും അടക്കം ഈ അറ്റ്ഹോം പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു നേരത്തെ ഒരു ആലോചന ഉണ്ടായിരുന്നത്. പക്ഷേ ഗവർണറുടെ ഈ നടപടിക്ക് പിന്നാലെ ഈ ചടങ്ങ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിക്കുമെന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഗവർണർ യാതൊരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്ത ഒരു നടപടിയായിരുന്നു ഇന്ന് സഭയിൽ ഉണ്ടായതെന്നും മന്ത്രിമാരടക്കം പറയുന്നുണ്ട്. എന്തായാലും ഈ നേരത്തെ ഗവർണർ പല ഘട്ടത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു, ഭരണപ്രതിസന്ധി അടക്കം സർക്കാരിന് മുന്നിൽ വയ്ക്കുന്ന ഒരു നിലപാട് ഗവർണർ സ്വീകരിച്ചു. പക്ഷേ ആ നില ഇപ്പോഴും തുടരുകയാണ്. പരസ്യമായി വീണ്ടും ഗവർണർ സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല സുപ്രധാനമായ ബില്ലുകളിലടക്കം ഇപ്പോഴും ആശങ്ക തുടരുന്നുണ്ട്. ഭൂപതിവ് ചട്ട നിയമ ഭേദഗതി, നെൽവയൽ തണ്ണീർത്തട നിയമ ഭേദഗതി അടക്കം ഇപ്പോഴും ഗവർണറുടെ പരിഗണനയിലാണ്. ഇതിലൊക്കെ തന്നെ ഈ ബില്ലുകളിലടക്കം ഗവർണർ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് സർക്കാരിനെയും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇനി ഗവർണറുമായി യാതൊരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് സർക്കാരോ മുന്നണിയോ പോകില്ല. ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെയും ഗവർണറുടെ നിലപാടുകൾക്കെതിരെയും ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഇടതുമുന്നണി തീരുമാനം. കാരണം മന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ നിന്നടക്കം അത് വരുന്നുണ്ട്. കാരണം വലിയ തരത്തിലൊരു കടുത്ത വിമർശനങ്ങളിലേക്ക് മന്ത്രിമാർ പോകുന്നില്ലെങ്കിൽ കൂടിയും മന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്. ഇനി എന്തായാലും മറ്റ് മന്ത്രിമാരടക്കം അല്പസമയത്തിനകം ഈ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് വരും. അതിനുശേഷമായിരിക്കാം നമുക്ക് ഈ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വേണു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.